അസ്സലാമു അലൈക്കും ഗായ്സ്. ഈ സാധനങ്ങൾ കൊണ്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കുക. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നമുക്ക് ഉണ്ടാക്കുക. എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് നോക്കണം. നമുക്ക് പോകുക. ലെറ്റ്സ് ഗോ. ഞാൻ പഴം ഇടുകയാണ്. അതിക്ക് കൈയൊക്കെ കാണും. അത് പഴം ഇടുകയാണ്. അതിക്ക് മൈസൂർ പഴമാണ് ഇടേണ്ടത്. നമ്മൾ മൈസൂർ പഴം മിക്സിക്ക് ഇടണം. മൈസൂർ പഴം അതിൻ്റെ തൊലി കളഞ്ഞിടണം. കുറച്ച് അത്യാവശ്യത്തിന് മതി. അത്യാവശ്യത്തിന് പാലും ഒഴിക്കുക. പാലൊഴിച്ച് കഴിഞ്ഞിട്ട് അതാ തിളപ്പിച്ച വെള്ളം അതിക്ക് ഒഴിക്കണം. പഞ്ചസാര ഇടണം. പഞ്ചസാര അത്യാവശ്യത്തിന് ഇടണം. അതിക്ക് നമ്മൾ ലൈക്ക് ചെയ്യൂലേ നിങ്ങൾ, സബ്സ്ക്രൈബും. ഇനി ബൂസ്റ്റ് ഇടണം. ബൂസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് 2 ബൂസ്റ്റ് ഇടണം. എന്നിട്ട് ഒരു ഹോർലിക്സ് ഇടണം. ഹോർലിക്സ് ഇട്ട് കഴിഞ്ഞിട്ട് മൂടി വെക്കുക. എന്നിട്ട് മിക്സിയിൽ അടിക്കുക. നമുക്ക് കുറച്ച് നേരം അടിക്കുക. അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് ഇടുക. പിന്നെ അടിക്കുക. അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് പിന്നെ അടിക്കുക. കുറേ നേരം അടിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ചായ ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഇതിപ്പം കാണിച്ചു തന്നതാണ് ഞാൻ. വെള്ളം തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ ഡയറി മിൽക്ക് വാങ്ങിയിടുക. 2 ഡയറി മിൽക്ക് വേണം. ഡയറി മിൽക്ക് വാങ്ങിയിടുക. ആ ഡയറി മിൽക്ക് ഇങ്ങനെ അതിന് ചൂടാകാൻ ഉരുകാൻ വേണ്ടി മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി വെക്കുക. അതിൽ മെൽറ്റ് ചെയ്ത് വന്നിക്കണ്. നമുക്ക് മെൽറ്റ് ചെയ്ത് കിട്ടി. അത് നമ്മൾ ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് പാടായിട്ട് കാണിച്ചു തരാൻ ഞാൻ ഒഴിക്കുന്നത്. ഇത് നമ്മളിപ്പം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. കാണിച്ചു തരികയാണ്. അതിലേക്ക് നമ്മൾ ബാക്കി ഒരു ബൂസ്റ്റ് എടുത്ത് വെച്ചിന്. ആ ബൂസ്റ്റ് ഇടുക. അതിലേക്ക് 2 എണ്ണത്തേക്ക് ഇടുക. ബൂസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാത്തേക്കും ഒരേപോലെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഡയറി മിൽക്ക് മാറ്റി വെക്കണം. അത് ഞാൻ പറഞ്ഞിട്ടില്ലേനു. ആ ഡയറി മിൽക്ക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു മിഠായി ഉണ്ട് ചെറിയ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ മിഠായി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഡയറി മിൽക്ക് മെൽറ്റ് ചെയ്ത് ബാക്കി കുറച്ചതിക്ക് ഇങ്ങനെ എല്ലായിടത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് എൻ്റെ അനിയത്തിയാണ് കുടിക്കുന്നത്. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ബൈ ബൈ.